പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണ്. അതായത് മോനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല. അവസാനം ഇത് രണ്ടാകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പെരീക്ക് ചർച്ചയ്ക്ക് പോയി. ഇനി ഇതെങ്ങനെയായാലും ഒന്നായിട്ട് പോകില്ല, അത് ഒഴിവാക്കി തന്നാളി എന്നാ പെണ്ണ്. ഇപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ്, ഒഴിവാക്കി തന്നാളി. അന്നങ്ങിയാ പറയും ഒഴിവാക്കി തന്നാളി. കാരണം സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും വിചാരം. ഒരു ചെറിയ വരുമാനം, ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ആരും ആവശ്യമല്ല, അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി. അപ്പോൾ മൂപ്പര് ഒഴിവാക്കാൻ വേണ്ടി പെരീക്ക് പോയത്, പെണ്ണുങ്ങളെ പെരീക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി. മൂപ്പര് വലിയ വണ്ടിൻ്റെ 2.5 കോടിൻ്റെ കാറിൽ വരികയാണ്. സാധു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയുണ്ട്. അപ്പോൾ അങ്ങാടിയോടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചികൾ കെട്ടിപ്പിടിച്ച് കിടക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്താ ഇപ്പോൾ ഒരു പെരയില്ല, മഴ അങ്ങനെ പെജ്ജ, എന്ത് സുഖത്തിലാ പോലും കിടക്കണം. ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പ്യേൻ്റെ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ആക്കി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ തോന്നലാണ്. അതുണ്ടായി അതുണ്ടാവും. സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കായ്യോണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല. അത് പടച്ചോൻ തരുന്നെ വേണം. അത് പടച്ചോൻ തരുന്നെ വേണം. അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ ഇല്ല. നമ്മളടുത്ത് പൈസ ഉണ്ടോന്നോ, നമുക്ക് പെരണ്ടോന്നോ, നമുക്ക് കാറുണ്ടോന്നോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നോ ഇല്ലേന്നൊന്നുമല്ല. അത് അള്ളാൻ്റെ വലിയൊരു ഔദാര്യമാണ്. അത് കിട്ടണമെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടിക്കിട്ടിയാൽ സമാധാനം കിട്ടും, സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കിട്ടുമ്പോൾ മനസ്സിലാവും. അതങ്ങനെയാണ്. അത് കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാൽ ശരിയാവും, കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ വൈകിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പടച്ചോനാണ്. ഇതിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്ത് പടച്ചോനാണ്. നമ്മളെങ്ങനെ ചിന്തിക്കും എന്നറിയണ പടച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത്. അതുകൊണ്ട് ഒരു സ്വർണത്തിൻ്റെ മല കിട്ടിയാൽ ആദമിൻ്റെ മകൻ ചോദിക്കുക അടുത്ത മല ഉടേണെന്നാണ്. അടുത്ത മല ഉടേന്നാ ചോദിക്കുക. മണ്ണുകൊണ്ടല്ലാതെ ഓൻ്റെ തൊള്ള നിറയില്ല എന്നാണ്. നിറയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സമാധാനം കിട്ടും.